പീച്ചി കസ്റ്റഡി മർദ്ദന കേസിലെ പരാതിക്കാരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് നിന്റെ ഫാദർ വളരെ അഡമൻ്റാണ്. അപ്പോൾ നീ ചെറുപ്പക്കാരനല്ലേ, നമുക്കൊന്ന് സംസാരിക്കാമെന്ന് വിളിച്ചപ്പോൾ ഞാനൊരു സർക്കിൾ ഇൻസ്പെക്ടർ വിളിക്കില്ലേ എന്ന് വിചാരിച്ച് നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ച്, ഞങ്ങളുടെ ഗ്രൗണ്ടിൻ്റെ കിഴക്കേറ്റത്തെ ഒരു മരത്തിൻ്റെ ചോട്ടിലാണ് അദ്ദേഹം സർവീസ് സ്റ്റേഷനിലെ ജീപ്പായിട്ട് വന്ന് വീണ്ടും ആ ഒരു 3 മണിക്കൂറോളത്തോളം പുള്ളീനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ അങ്ങനെ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പോകണ്ട, നമ്മൾ സംസാരം എല്ലാം നിർത്തിപ്പോകുന്നതാണ്, ഒരു കാരണവശാലും നമ്മൾ നിയമപോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ തിരിച്ചു വിളിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ ഇനിയിപ്പോൾ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു നടപടി? ഞാൻ ഇതിൽ CCTV ഹൈക്കോടതിയിൽ ഞാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോയത്. അതായത് ഈ കേസ് അന്വേഷണം ഒരു കാരണവശാലും നീതി കിട്ടില്ല. അപ്പോൾ എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പീച്ചി സ്റ്റേഷനിൽ നിന്ന് മാറ്റി മണ്ണുത്തിയിൽ ആണ് സ്റ്റേഷനിൽ അന്വേഷണം നടന്നത്. അപ്പോൾ മണ്ണുത്തിയിൽ അന്വേഷണം നടത്തപ്പോഴും ഞാൻ മൊഴി കൊടുക്കാൻ പോയപ്പോൾ ഈ പോലീസിനെതിരെ മൊഴി കൊടുത്തു. ഈ സർക്കിൾ ഇൻസ്പെക്ടർ ഈ SI രതീഷിനെതിരെ മൊഴി കൊടുത്തപ്പോൾ 7 പേജ് 8 പേജ് എടുത്ത മൊഴി അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ഷുക്കൂർ അത് കീറിക്കളഞ്ഞു. അത് ഒരു കാരണവശാൽ അത് പറ്റില്ല, പോലീസിനെതിരെ ഞാൻ മൊഴി എടുക്കില്ല, ഒരു SIക്കെതിരെ മൊഴി എടുക്കാൻ ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ പോലീസിനെതിരെ കൊടുത്ത മൊഴിയൊക്കെ അവർ കീറി കളഞ്ഞിട്ട് അവർക്ക് തോന്നുന്ന മാതിരി എഴുതി അവരൊരു മൊഴി എടുത്തിട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടായത്. അതായത് ഈ പണം തട്ടിയെടുത്തവനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത്. അപ്പോൾ ഇതാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് നീതി കിട്ടണം. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഈ വിവരാവകാശം വഴി ഞങ്ങൾക്ക് CCTV കിട്ടാതെ ഇരിക്കുകയും ചെയ്ത അവസരത്തിലാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയി CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ ഹൈക്കോടതിയിൽ ആ പെൻഡിങ് കേസ് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ CCTV പുറത്തു വിടാഞ്ഞിരുന്നത്. അപ്പോൾ അതിലിപ്പോൾ ഭക്ഷണം കഴിക്കാൻ അവർ എൻ്റെ അന്വേഷണത്തിൽ ഇദ്ദേഹം ഒരു ഷെഫായിരുന്നു. അയാൾ ക്വാളിഫൈഡ് ഷെഫല്ല, ബിരിയാണി ഉണ്ടാക്കാൻ അദ്ദേഹം അറിയാം. അപ്പോൾ അദ്ദേഹം കുറ്റിപ്പുറത്തും വയനാട്ടിലൊക്കെ ഹോട്ടലുകളിൽ ഷെഫായിട്ടിരിക്കുകയും ഒരു കുറ്റിപ്പുറത്ത് ഒരു ഹോട്ടലിൽ അദ്ദേഹം ഷെഫായിട്ടിരുന്ന ആ ഹോട്ടലിൽ പ്രശ്നമുണ്ടാക്കി അയാളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ അയാളെ അവിടുന്ന് പിരിച്ചുവിടുകയൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ ആ പിരിച്ചുവിട്ട് ആ വിവരമെല്ലാം തന്നെ ഞാൻ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മണ്ണുത്തി CI ഷുക്കൂറിന് അവിടെ കുറ്റിപ്പുറത്ത് റോയൽ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ഇയാളെ പിരിച്ചുവിടാനുണ്ടായ ഹാജരം ഇതെല്ലാം ഞാൻ ഇവരെ ധരിപ്പിച്ചതാണ്. ഈ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മോഷണ കേസ് ആണല്ലോ, അതും ഇതുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? എന്തെങ്കിലും അത് ഞാൻ സംശയിക്കുന്നു. അതല്ലാതെ ഞങ്ങൾ ഈ സ്റ്റേഷനിൽ ഞങ്ങളോടൊരു വൈരാഗ്യം തോന്നാൻ മാത്രം ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അല്ല പിൻവലിച്ചു. പക്ഷേ ഈ സ്ത്രീ മോഷണം നടത്തി ഈ ബാഗിൽ കൊണ്ടുപോയി സാധനങ്ങളെല്ലാം ഞങ്ങൾ പിടിച്ചെടുത്ത് ഈ പോലീസെല്ലാം വരുന്ന സമയത്ത് വിവിധ രാഷ്ട്രീയക്കാരായ ഒരു 10-40ഓളം പേര് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ സ്ത്രീനെ അവസാനം ഇവർ GP കയറ്റി കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ഈ ഗ്രേഡ് SIനെ സംബന്ധിച്ചോളം ഗ്രേഡ് SI ഒരു ജയേഷ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് അല്പം ഷോക്കഡായി. അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ മകളെയാണ് ഈ മോഷണ കേസിൽ ഞങ്ങൾ പിടിച്ചത്. പക്ഷേ ഞങ്ങൾ അപ്പോൾ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്ത് ആവശ്യപ്പെട്ട പ്രശ്നം ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ കേസിനൊന്നും പോയില്ല. 9,600 രൂപ സർക്കിൾ ഇൻസ്പെക്ടർ തന്നെ ബില്ലടിച്ച് അങ്ങനെ ആ സാധനം കൊണ്ടുപോകാനുണ്ടായത്, പണം തന്ന് കൊണ്ടുപോകാനുണ്ടായത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഒരു പ്രതീക്ഷിക്കുന്നത്, ഞങ്ങളോടൊരു വൈരാഗ്യത്തിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇവർ കൂടി പ്ലാൻ ചെയ്താണ്, ഈ പോലീസുകാരും കൂടി ഒരു പ്ലാൻ ചെയ്തു. ഈ പ്ലാനിങ്ങിക്കിടെ അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ട്, അതോടൊപ്പം തന്നെ എന്നെ ഉപദ്രവിക്കാൻ പറ്റിയ ഒരു വിഷയമായിട്ട് എടുക്കുകയാണ് അവരുണ്ടായത്. പീച്ചി പോലീസ് മർദ്ദനത്തിലെ പരാതിക്കാരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പീച്ചി പോലീസ് സ്റ്റേഷനിൽ നടന്ന പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. പട്ടിക്കാട് ലാലീസ് ഹോട്ടൽ ഉടമ KP ഔസേപ്പിനെയും മകനെയും ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തു വന്നത്. അതും 2023 മെയ് 24 നടന്ന സംഭവമാണ്. അന്ന് പീച്ചി SI ആയിരുന്ന PM രതീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മർദ്ദിച്ചതെന്നുള്ള പരാതിയാണ് വരുന്നത്. 1.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവരാവകാശ നിയമപ്രകാരം ഔസേപ്പിന് ഈ സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കൂടി ലഭിച്ചത്. എന്നാൽ ദൃശ്യങ്ങൾ ലഭിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റ് നടപടികൾ കുറ്റക്കാർക്കെതിരെ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതിക്കാരൻ രംഗത്ത് വന്നിരിക്കുന്നത്.